അപ്പം ഇതാ സവാള ഗിരി ഇതാ നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഉള്ളിയും തക്കാളിയും സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആവശ്യമാണ്. അപ്പോൾ എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു എഗ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു മുട്ടച്ചോറ്. ഷുട്ടിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായി, കുറച്ച് നമ്മുടെ കറാമ്പൂ, പിന്നെ കുറച്ച് നല്ല ജീരകം, അതെല്ലാം കൂടി ഇട്ടൊന്ന് സോട്ടായി വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുത്തു. നോർമൽ നമ്മുടെ ജീരകശാല അരി, ആ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടം. നമുക്ക് ബസുമതി റൈസിനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ അരി നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു. ഞാൻ ഒരു 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു 3 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. കപ്പല്ല, ഞാൻ ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മൂടി വെച്ച് ഇതാ റൈസ് മൊത്തമായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല റൈസായിരുന്നു, ഒട്ടും സ്റ്റിക്കി ആകുന്നോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞത് ആ പാനിൽ തന്നെ ഞാൻ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മളെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉള്ളി ഇട്ടു. ഉള്ളി ഒന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ എല്ലാ പച്ചമണവും കാര്യങ്ങളും ഒക്കെ പോകണം. ഉള്ളി ഭയങ്കര ബ്രൗൺ ഷെയ്ഡ് ആവണമെന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് ഒന്ന് സോട്ടായിട്ട് വരണം. അതിനുശേഷം നമ്മളിതാ നല്ല തക്കാളി ഇട്ട് കൊടുത്തു. എല്ലാം ഞാൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കേട്ടോ മുറിച്ചിട്ടേക്കുന്നത്, അല്ലാണ്ട് അങ്ങനെ നീളത്തിലോ കട്ടിയിലോ ഒന്നുമല്ല. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ തക്കാളി നല്ല പോലെ ഉടയണം. നല്ല പോലെ ഉടഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആ മസാലയായിട്ട് ചേർക്കുന്ന ചിക്കൻ മസാല മാത്രമാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും, അതാണ് മെയിനായിട്ട് ചേർക്കുന്നത്. നിങ്ങൾ വലിയ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എല്ലാം കൂടെ നല്ല എരിവാവേണ്ടെന്ന് വെച്ച് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കുട്ടിക്കായതുകൊണ്ട്. അപ്പോൾ ഞാൻ മസാല ഒന്ന് പ്രിപ്പയർ ആയപ്പോൾ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. മുട്ട നല്ലതായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മല്ലിച്ചപ്പാണ്. ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് ഇട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു പണിയുമില്ല, നമ്മുടെ റൈസ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു എഗ് റൈസ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഓക്കെ, ബൈ.